ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഒരു ഓൺട്രപ്രണറും മാനേജറും തമ്മിൽ എന്ത് ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ആർ ദ റോൾ ദി ആർ പ്ലേഡ് ഇൻ ദി ഓർഗനൈസേഷൻ. മെയിനായിട്ട് 6 ഡിഫറൻസാണ് നമ്മൾ മാനേജറും ഓൺട്രപ്രണറും തമ്മിലുള്ള വ്യത്യാസം പറയണത്. ബേസിക്കലി ഓൺട്രപ്രണർ ആരാണ്? ശരിക്കും ഓൺട്രപ്രണർ ഈസ് എ ഓണർ ഓഫ് ദി ബിസിനസ്സാണ്. എന്നാൽ മാനേജർ ആരാണ്? മാനേജർ ഈസ് എ എംപ്ലോയി ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയാണ് മാനേജർ. മാനേജർ എംപ്ലോയി ആയതുകൊണ്ട് മാനേജർ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഫോർ സാലറി. എന്നാൽ ഓണറായ ഓൺട്രപ്രണർ അയാളുടെ റിവാർഡ് എന്തായിരിക്കും? പ്രോഫിറ്റാണ്. അങ്ങനെ ഒരു ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. അയാളുടെ വിഷനിൽ തന്നെ എന്തായിരിക്കും വ്യത്യാസമായിരിക്കും. അതായത് ഒരു മാനേജർ എന്ന് പറയുന്നത് എംപ്ലോയി ആയതുകൊണ്ട് ഹീസ് വർക്ക് ഫോർ സാലറിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ റിസ്ക് ഒന്നും എടുക്കില്ല. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്? ബിസിനസ് ഐഡിയയെ അതായത് അയാൾ കൺവെർട്ട് ചെയ്യുന്ന ഐഡിയ ഇൻ ടു ബിസിനസ്സാണ്. അതുകൊണ്ട് ആണ് ഹീസ് എൻ ഓണറാണ്. ഹീസ് ഓൾ ദ ഫിനാൻഷ്യൽ അതർ റിസ്ക് എടുക്കുന്ന ആൾ ഓൺട്രപ്രണറാണ്. പിന്നെ ഓൺട്രപ്രണറുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൺട്രപ്രണർ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിന് ശേഷം ലേറ്റർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. മാനേജർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. മാനേജറുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡെയിലി ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോകണമെന്നാണ് കൂടുതൽ മാനേജർ ശ്രദ്ധിക്കുക. ഓൺട്രപ്രണറുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻ്റാണ്. മാനേജറുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവറാണ്. അതായത് അയാൾ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആൾ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർ റിവാർഡ് പ്രോഫിറ്റാണ്. അതുപോലെ മാനേജർ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ സാലറിയാണ്. ഓൺട്രപ്രണറുടെ റോൾ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആൻഡ് ക്യാഷ്വൽ റോളായിരിക്കും. എന്നാൽ ഓൺട്രപ്രണറുടെ റോൾ എന്തായിരിക്കും? വെരി ഫോർമൽ റോളായിരിക്കും. ഓൺട്രപ്രണർ റിസ്ക് ടേക്കറാണ്. അതായത് കമ്പനിയുടെ വേണ്ടി റിസ്ക് എടുക്കും. എന്നാൽ മാനേജർ അങ്ങനെ റിസ്ക് എടുക്കാൻ സാധ്യതയില്ലാത്ത ആളാണ്. മാനേജർ റിസ്ക് അങ്ങനെ അഫോർഡ് ചെയ്യില്ല.